നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ പാലപ്പിള്ളിയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്തുന്ന ദൗത്യത്തിന് തുടക്കം. ദൗത്യം ആരംഭിച്ചത് പത്താഴക്കുന്ന് ബേസ് ക്യാമ്പിന്റെ 5 കിലോമീറ്റർ പരിധിയിലുള്ള വനമേഖലയിൽ. വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാടുകയറിയത് ഞായറാഴ്ച രാവിലെ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CITU. ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്നത് സാധാരണക്കാരോടുള്ള വെല്ലുവിളി. വടക്കാഞ്ചേരിയിൽ CITU ഏരിയ സമ്മേളനം. സംഗീതത്തെ ജനകീയമാക്കിയതിൽ ചെമ്പൈ വഹിച്ച പങ്ക് അതുല്യമെന്ന് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ. ശുദ്ധസംഗീതത്തെ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനഹൃദയങ്ങളിലെത്തിച്ചു. കോട്ടായിയിൽ 126ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം രാഗസാന്ദ്രം. നാട് ആഘോഷ നിറവിലേക്ക്. ഓണക്കാഴ്ചകൾ സമൃദ്ധം. ഷൊർണൂരിൽ നഗരസഭയുടെ ഓണം ഫെസ്റ്റ് തുടരുന്നു. ഫെസ്റ്റ് വാതിൽപ്പടി സേവന പദ്ധതിയുടെയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെയും ധനശേഖരണാർത്ഥം. ഓണം ഫെസ്റ്റ് സെപ്റ്റംബർ 12 വരെ. വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലും നാടെങ്ങും ഓണാഘോഷം സജീവം. ഓണച്ചന്തകളിൽ വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. തൃശൂർ പാലപ്പിള്ളിയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യത്തിന് തുടക്കമായി. പത്താഴക്കുന്നിലെ ബേസ് ക്യാമ്പിന്റെ 5 കിലോമീറ്റർ പരിധിയിലുള്ള വനത്തിലാണ് ആദ്യഘട്ടത്തിൽ സംഘം ദൗത്യം ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറിയത്. പത്താഴക്കുന്ന് ബേസ് ക്യാമ്പിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ ഈ പ്രദേശത്തേക്കാണ് ദൗത്യസംഘം യാത്ര തിരിച്ചത്. വനത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന. പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ, വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് കുങ്കിയാനകൾക്കൊപ്പമുള്ള സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനിടെ മറുസംഘം 2 ആനകളെ കണ്ടതായുള്ള വിവരം ലഭിച്ചു. അവിടേക്ക് കുങ്കിയാനകൾ കുതിച്ചെത്തിയെങ്കിലും ഇതിനിടെ കാട്ടാനകൾ മറ്റൊരിടത്തേക്ക് മാറി. നിരവധി കാട്ടാനകളുടെ സാന്നിധ്യം ഈ മേഖലയിലുള്ളതിനാൽ ദൗത്യം വരും ദിവസങ്ങളിലും തുടരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വാതിൽപ്പടി സേവന പദ്ധതിയുടെയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെയും ധനശേഖരണാർത്ഥം നടത്തുന്ന ഓണം ഫെസ്റ്റ് തുടരുന്നു. ഓഗസ്റ്റ് 30 ആരംഭിച്ച ഫെസ്റ്റ് സെപ്റ്റംബർ 12 വരെ തുടരും. ഷൊർണൂർ SMB ജംഗ്ഷൻ പരിസരത്താണ് ഫെസ്റ്റ് നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടന്ന പൊതുസമ്മേളനം മുൻ നഗരസഭാ ചെയർപേഴ്സൺ CK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ജിഷ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി എക്സിക്യൂട്ടീവ് അംഗം KT ജോർജ് സ്വാഗതം പറഞ്ഞു. PK ജയലക്ഷ്മിയെ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു പൊന്നാടയണിയിച്ച് ആദരിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പങ്കെടുത്തു. 6:30 ഹരിതകർമ്മസേനയുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും നഗരസഭ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരി രശ്മി അവതരിപ്പിച്ച നങ്ങ്യാർകൂത്തുമുണ്ടായിരുന്നു. ഫെസ്റ്റിൽ വാണിജ്യ സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ്, ചിൽഡ്രൻസ് പാർക്ക്, ഫുഡ് കോർട്ട് എന്നിവ സജ്ജമാണ്. വരും ദിവസങ്ങളിൽ മെഗാ സ്റ്റേജ് ഷോ, ഗാനമേള, നാടൻപാട്ട്, മിഴാവ്, ഇടയ്ക്ക, തായമ്പക, കളരി, കുചേലവൃത്തം, കഥകളി, ഫൺ മ്യൂസിക് ടൈം, മിഴാവുമേളം, ഇശൽ നൈറ്റ്, കതിരവൻ കളിയാട്ടം എന്നിവയുണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരിയിൽ CITU ഏരിയ സമ്മേളനം നടന്നു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളന നഗരിയിൽ CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM മൊയ്തു പതാക ഉയർത്തി. KM മൊയ്തു, KP മദനൻ, TR രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ നിർവഹിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി, അതെല്ലാം സ്വകാര്യവൽക്കരിക്കുക. നമ്മള് ഇത് സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണം. വലിയ വിവാദമാണ്, ഒരു വാക്ക് പറയാതിരിക്കാൻ പാടില്ല, പറയണം. എന്തുകൊണ്ട്? ഇപ്പോൾ KSRTC പൊതുമേഖലയിൽ നിലനിർത്തണം എന്നതാണ് നമ്മുടെ നയം. അത് സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല.
ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ പ്രവർത്തന റിപ്പോർട്ടും ടി വി ദേവദാസ് രക്തസാക്ഷി പ്രമേയവും ടി ആർ രാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ MLA, കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS പ്രേമലത, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. നാട്ടുകലാകാര യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ഒറ്റപ്പാലത്ത് നടന്നു. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പത്മശ്രീ കെ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകലാകാര യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി 2 കേന്ദ്രങ്ങളിലായാണ് ഈ വർഷം ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. പടിഞ്ഞാറൻ മേഖല ഓണാഘോഷ പരിപാടികളാണ് ഞായറാഴ്ച ഒറ്റപ്പാലത്ത് നടന്നത്. കിഴക്കൻ മേഖല ഓണാഘോഷം 6-ന് ചിറ്റൂരിൽ സംഘടിപ്പിക്കും. ഓണാഘോഷ പരിപാടികൾ പത്മശ്രീ കെ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ചന്ദ്രനില്ലാതെ രാത്രി ഉണ്ടാകുന്നില്ല, കാർമേഘങ്ങളില്ലാതെ മഴ വർഷിക്കുന്നില്ല, അതുപോലെ തന്നെ പ്രഭാതമില്ലാതെ ആരും തന്നെ ഗുഡ് മോർണിംഗ് പറയാറില്ല. നാട്ടുകലാകാര യൂണിയൻ നമുക്ക് അത്യാവശ്യമാണ്. അതില്ലാതെ തന്നെ ഓണം നമുക്ക് ആഘോഷിക്കുക എന്നത് പ്രയാസമാണ്. അതിൽ നാം എല്ലാം അഭിമാനിക്കേണ്ടതാണ്. കാരണം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മേഖലയിൽ തന്നെ എനിക്കറിയാവുന്ന നിരവധി കലാകാരന്മാരുണ്ട്. ആരും തന്നെ ഈ രീതിയിൽ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഈ അദ്ദേഹം പറഞ്ഞമാതിരി ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പോരാടുകയാണെങ്കിൽ നമുക്ക് എത്രയോ മുന്നോട്ട് പോകാം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് PK ഹരിദാസൻ, സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP ശോഭന സ്വാഗതഗാനം ആലപിച്ചു. നാടൻകലാ അവതരണവും ഓണസദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംഗീതത്തെ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് ജനകീയമാക്കിയ അനശ്വര സംഗീതജ്ഞനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെന്ന് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ. 126ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം കോട്ടായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെമ്പൈ സ്വാമിയൊക്കെ ഇതിൻ്റെ ഒരു സൈദ്ധാന്തിക തലത്തിനപ്പുറത്തേക്ക് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ചെമ്പൈ സ്വാമിയെ പോലുള്ള ആൾക്കാരെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. എനിക്ക് മുമ്പ് സൂചിപ്പിച്ച അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം തന്നെ പറയണ്ടേ, പല ഗുരു പറയുണ്ടായി. എന്താണ് സംഗീതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ നിരതിശയം, ഒരു കണ്ടീഷനും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള പരിമിതികളുമില്ലാത്ത സന്തോഷമാണ് യഥാർത്ഥത്തിൽ സംഗീതത്തിൽ കൂടെ കിട്ടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു. മൃദംഗ വിദ്വാൻ കുഴൽമന്ദം രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, റിട്ടയർഡ് പ്രൊഫസർ മോഹൻദാസ്, AM ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സുകുമാരി നരേന്ദ്രമേനോനും സംഘവും സംഗീത കച്ചേരി അവതരിപ്പിച്ചു. ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ സ്വാഗതവും ചെമ്പൈ സുരേഷ് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 8:30 ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും സംഗീതാർച്ചന നടത്തി. തുടർന്ന് ചെമ്പൈ വിദ്യാപീഠത്തിന്റെ 37ാം വാർഷിക സമ്മേളനം ആരംഭിച്ചു. 120ഓളം യുവ സംഗീതജ്ഞരുടെ കീർത്തനാലാപനങ്ങൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുന്നംകുളത്തിന്റെ സ്വന്തം ആനയായി അറിയപ്പെട്ടിരുന്ന കുന്നംകുളം ഗണേശൻ ചെരിഞ്ഞു. 57 വയസ്സായിരുന്നു. രാവിലെ കുന്നംകുളം പട്ടാമ്പി റോഡിൽ ആനയെ കെട്ടിയിട്ടിരുന്ന പറമ്പിൽ വച്ചായിരുന്നു അന്ത്യം. 2 ദിവസത്തോളമായി അസുഖബാധിതനായിരുന്നു ഗണേശൻ. കുന്നംകുളം സ്വദേശി രാജൻ ദേവികയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും തലയെടുപ്പുള്ള ഈ കൊമ്പന് നിരവധി ആരാധകരുണ്ടായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തുലാചിത്ര ശാഖ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. സമാജം ജില്ലാ പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ കുത്തനൂർ ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച്, ചിന്തകൾക്കനുസരിച്ച് വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു അച്ഛൻ്റെ അമ്മയുടെയോ മാത്രമായിട്ടുള്ള ഒരു ദൗത്യം അല്ല. മറിച്ച്
ആ വിദ്യാർത്ഥി വളർന്നു വരുന്നതിന് വേണ്ട സാഹചര്യം സൃഷ്ടിക്കലാണ് ഒരു സമുദായ കൂട്ടായ്മയുടെ കടമ. ഉദ്ഘാടന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ ഏറാട്ട്, രാജേഷ് ഒറ്റപ്പാലം, ജോയിന്റ് സെക്രട്ടറി ജയരാജ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, ട്രഷറർ സേതുമാധവൻ, ആശാദേവി, NP കോമള ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണസദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്ക് തുടക്കം. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു, പാവപ്പെട്ട മനുഷ്യൻ പട്ടിണി കിടക്കാതെ, അതാണ് നമ്മുടെ വികസനം എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ച് സാധാരണക്കാർക്ക് അവിടെ പ്രവേശനമില്ലാതിരിക്കുകയും അവരത് നോക്കി ദീർഘനിശ്വാസത്തോടെ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്ന സാഹചര്യമല്ല വികസനം. ബാങ്ക് പ്രസിഡന്റ് TM രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. TR ശശി, KV ചന്താമരാക്ഷൻ, ബാങ്ക് സെക്രട്ടറി സുധീർ, TM രമേഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM വസന്തകുമാരി, മല്ലിക, ഡയറക്ടർമാരായ സബീന, അർജുൻ, ഉദയപ്രകാശ്, കൃഷ്ണകുമാർ, ലളിത, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരിയിൽ ഓണസമൃദ്ധി 2022 കർഷക ചന്ത തുറന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി കൃഷിഭവന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് ഓണസമൃദ്ധി 2022 എന്ന പേരിൽ കർഷക ചന്തയ്ക്ക് വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിന് സമീപം തുടക്കമായത്. സെപ്റ്റംബർ 7 വരെയാണ് ചന്ത പ്രവർത്തിക്കുക. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൈപ്പയ്ക്കയായാലും കടുകപ്പുളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അവരുൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അവർക്ക് ന്യായമായ വില ലഭിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഈ കർഷക ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജൈവ പച്ചക്കറി എന്ന രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്തെ കർഷകർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം വലിയ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരും ഇവിടെ. കൃഷി ഓഫീസർ സ്മിത, സഹകരണ ബാങ്ക് പ്രസിഡന്റ് NT ബേബി, MH അബ്ദുൾ റസാഖ്, MA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമുരളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് സെക്രട്ടറി OA ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പാലപ്പിള്ളിയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്തുന്ന ദൗത്യത്തിന് തുടക്കം. ദൗത്യം ആരംഭിച്ചത് പത്താഴക്കുന്ന് ബേസ് ക്യാമ്പിന്റെ 5 കിലോമീറ്റർ പരിധിയിലുള്ള വനമേഖലയിൽ. വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാടുകയറിയത് ഞായറാഴ്ച രാവിലെ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CITU. ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്നത് സാധാരണക്കാരോടുള്ള വെല്ലുവിളി. വടക്കാഞ്ചേരിയിൽ CITU ഏരിയ സമ്മേളനം. സംഗീതത്തെ ജനകീയമാക്കിയതിൽ ചെമ്പൈ വഹിച്ച പങ്ക് അതുല്യമെന്ന് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ. ശുദ്ധസംഗീതത്തെ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനഹൃദയങ്ങളിലെത്തിച്ചു. കോട്ടായിയിൽ 126ാമത് ചെമ്പൈ ജയന്തി സംഗീതോത്സവം രാഗസാന്ദ്രം. നാട് ആഘോഷ നിറവിലേക്ക്. ഓണക്കാഴ്ചകൾ സമൃദ്ധം. ഷൊർണൂരിൽ നഗരസഭയുടെ ഓണം ഫെസ്റ്റ് തുടരുന്നു. ഫെസ്റ്റ് വാതിൽപ്പടി സേവന പദ്ധതിയുടെയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെയും ധനശേഖരണാർത്ഥം. ഓണം ഫെസ്റ്റ് സെപ്റ്റംബർ 12 വരെ. വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലും നാടെങ്ങും ഓണാഘോഷം സജീവം. ഓണച്ചന്തകളിൽ വൻ തിരക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.